ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. കൃത്യമായ ആസൂത്രണത്തിലൂടെ പ്രാദേശിക വികസനം യാഥാർത്ഥ്യമാകുന്ന കോട്ടൂർ പഞ്ചായത്ത് മാതൃകയെന്ന് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ്. ഭാരതം ഒറ്റ രാഷ്ട്രമാണെന്ന കാഴ്ചപ്പാടുള്ളവർക്ക് മാത്രമേ ഭാരതത്തെ ഒന്നിച്ചു നിർത്താനാവൂ എന്ന് RSS നേതാവ് KP രാധാകൃഷ്ണൻ. ഖാദി ബോർഡിന്റെ ഖാദി ഓണം മേളയ്ക്ക് തുടക്കമായി. സെബിയുടെ അനീതിക്കെതിരെ PACL FAU കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ഉപവാസ സമരവും നടത്തി. ഞാൻ സാന്റീന പ്രഭാത്. വിശദമായ വാർത്തകളിലേക്ക്. കൃത്യമായ ആസൂത്രണത്തിലൂടെ പ്രാദേശിക വികസനം യാഥാർത്ഥ്യമാകുന്ന കോട്ടൂർ പഞ്ചായത്ത് മാതൃകയെന്ന് മന്ത്രി P.A. മുഹമ്മദ് റിയാസ്. കോട്ടൂർ പഞ്ചായത്തിലെ പാലവും റോഡും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. തൊഴിലുറപ്പ് പദ്ധതിയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി പഞ്ചായത്തിന് പാലം നിർമ്മിക്കാനായത് അഭിനന്ദനാർഹമാണെന്നും മന്ത്രി പറഞ്ഞു. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളുടെ സാമ്പത്തിക സഹായം ഉപയോഗപ്പെടുത്തിയാണ് പദ്ധതി യാഥാർത്ഥ്യമായത്. തോരായിക്കടവ് പാലം തകർന്നതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടുകളുടെയും യോഗങ്ങളുടെയും അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കും. തെറ്റായ പ്രവണതകളോടും കൃത്യവിലോപങ്ങളോടും സന്ധിയില്ലാത്ത പോരാട്ടം സർക്കാർ തുടരുമെന്നും മന്ത്രി പറഞ്ഞു. MLA ഫണ്ട്, ജില്ലാ പഞ്ചായത്ത് ഫണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട്, ഗ്രാമപഞ്ചായത്ത് ഫണ്ട് ഇതെല്ലാം ലഭ്യമാക്കി തൊഴിലുറപ്പ് പദ്ധതി ഉപയോഗപ്പെടുത്തി ഈ റോഡും പാലവും യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. തൊഴിലുറപ്പ് പദ്ധതി തുകയിലൂടെ ഈ പാലം പണി പൂർത്തീകരിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. തൃക്കുറ്റിശ്ശേരിയിൽ നടന്ന ചടങ്ങിൽ KM സച്ചിൻ ദേവ് MLA അധ്യക്ഷത വഹിച്ചു. ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VK അനിത, കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CH സുരേഷ്, വൈസ് പ്രസിഡന്റ് MK വിലാസിനി, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ K ഷൈൻ, സിന്ധു കൈപ്പങ്ങൽ, KK സിജിത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നഫീസ വഴുതനപ്പറ്റ, ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദു കല്ലരുകണ്ടി, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഭാരതം ഒറ്റ രാഷ്ട്രമാണെന്ന കാഴ്ചപ്പാടുള്ളവർക്ക് മാത്രമേ ഭാരതത്തെ ഒന്നിച്ചു നിർത്താനാവൂ എന്ന് RSS നേതാവ് KP രാധാകൃഷ്ണൻ. BJP സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ വിഭജനത്തിന്റെ ഭീകരത സെമിനാറിൽ വിഷയം അവതരിപ്പിക്കുകയായിരുന്നു അദ്ദേഹം. ഭാരതം ഒറ്റ രാഷ്ട്രമാണെന്ന കാഴ്ചപ്പാടുള്ളവർക്ക് മാത്രമേ ഭാരതത്തെ ഒന്നിച്ചു നിർത്താനാവൂ എന്ന് RSS ദക്ഷിണ ക്ഷേത്രീയ സഹബൗദ്ധിക് പ്രമുഖ് KP രാധാകൃഷ്ണൻ പറഞ്ഞു. BJP സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ വിഭജനത്തിന്റെ ഭീകരത സെമിനാറിൽ വിഷയം അവതരിപ്പിക്കുകയായിരുന്നു അദ്ദേഹം. കമ്മ്യൂണിസ്റ്റുകളും ലീഗും അതിനെ പിന്തുണച്ച കോൺഗ്രസുമാണ് രാഷ്ട്ര വിഭജനത്തിന് ഉത്തരവാദികൾ. സ്വാതന്ത്ര്യം വൈകിയാലും വിഭജനമരുത് എന്നായിരുന്നു RSS മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടെന്നും അദ്ദേഹം പറഞ്ഞു. വിഭജനം മാറുന്നത് സ്വാതന്ത്ര്യം എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ അത് ഞങ്ങളാണ് എന്ന് പറയാൻ 100 ആളുണ്ട്. വിഭജനം മാറി നടത്തുന്ന വെച്ചാൽ ഞങ്ങൾ ആരും വിഭജനം നടത്തിയതല്ല. പിന്നെ ഇതെങ്ങനെ വന്നു? ഇത് വരാനിടയായ സാഹചര്യം എന്തായിരുന്നു? ജില്ലാ ജനറൽ സെക്രട്ടറി M സുരേഷ് അധ്യക്ഷനായിരുന്നു. ദേശീയ സമിതി അംഗം KP ശ്രീശൻ, സംസ്ഥാന സെൽ കോർഡിനേറ്റർ VK സജീവൻ, ജില്ലാ ജനറൽ സെക്രട്ടറി TV ഉണ്ണികൃഷ്ണൻ, രമ്യ മുരളി, മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ്, നാരങ്ങയിൽ ശശിധരൻ, KC വത്സരാജ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഖാദി ബോർഡിന്റെ ഖാദി ഓണം മേളയ്ക്ക് തുടക്കമായി. മന്ത്രി P.A. മുഹമ്മദ് റിയാസ് ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ഖാദി വണ്ടിയുടെ ഫ്ളാഗ് ഓഫും നടന്നു.
ഓണം ഖാദി മേളയ്ക്ക് ജില്ലയിൽ തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനവും ഖാദി വണ്ടി ഫ്ളാഗ് ഓഫും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. ഖാദി വസ്ത്രങ്ങൾ 30% റിബേറ്റിൽ ലഭിക്കും. സമ്മാന പദ്ധതികളും ഒരുക്കിയിട്ടുണ്ട്. അഹമ്മദ് ദേവർകോവിൽ MLA അധ്യക്ഷത വഹിച്ചു. ആദ്യ വിൽപ്പനയും ഖാദി സെറ്റുമുണ്ട് ലോഞ്ചിങ്ങും ലീഡ് ജില്ലാ മാനേജർ S ജ്യോതിസിന് നൽകി ഫെഡറൽ ബാങ്ക് ബ്രാഞ്ച് മാനേജർ അലക്സ് ടി എബ്രഹാം നിർവഹിച്ചു. ഖാദി ബോർഡ് അംഗം S ശിവരാമൻ സമ്മാന കൂപ്പൺ വിതരണം ചെയ്തു. ഖാദി ബോർഡ് ഡയറക്ടർ K ഷിബി, വാർഡ് കൗൺസിലർ SK അബൂബക്കർ, കേരള സർവോദയ സംഘം ചെയർമാൻ U രാധാകൃഷ്ണൻ, കോഴിക്കോട് സർവോദയ സംഘം സെക്രട്ടറി MK ശ്യാംപ്രസാദ്, കണ്ണൂർ സർവോദയ സംഘം സെക്രട്ടറി ശ്രീകേഷ്, പ്രസ് ക്ലബ് സെക്രട്ടറി PK സജിത്ത്, പ്രൊജക്ട് ഓഫീസർ K ജിഷ, വിവിധ സംഘടനാ പ്രതിനിധികൾ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സെബിയുടെ അനീതിക്കെതിരെ PACL FAU കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ഉപവാസ സമരവും നടത്തി. PACL FAU സംസ്ഥാന സമരസമിതി കൺവീനർ K അശോകൻ ഉദ്ഘാടനം ചെയ്തു. 2/2/16 സുപ്രീം കോടതി വിധി വന്നിട്ട് വർഷം 9 കഴിഞ്ഞില്ലേ? സുപ്രീം കോടതി PACL കമ്പനിയോട് ആവശ്യപ്പെട്ടത് നിക്ഷേപകരുടെ പണം 3 മാസത്തിനകം തിരിച്ചു നൽകുക എന്നാണ്. ഇതിനായി PACL കമ്പനി 1 വർഷത്തെ സാവകാശം അനുവദിക്കണമെന്ന് സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടെങ്കിലും സെബി ഇടപെടുകയും 6 മാസങ്ങൾക്കകം തങ്ങൾ കൊടുത്തു തീർക്കാമെന്ന് അവകാശപ്പെടുകയുമാണ് ചെയ്തത്. സെബിക്കും ലോധ കമ്മിറ്റിക്കും നിക്ഷേപകരുടെ പണം തിരിച്ചു നൽകാൻ കഴിയില്ലെങ്കിൽ കാര്യം സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തി മറ്റു മാർഗങ്ങൾ ആരായുകയാണ് ചെയ്യേണ്ടത്. 2.5 ലക്ഷം കോടിയുടെ PACL സമ്പത്താകെ കൈക്കലാക്കി വെച്ചിട്ട് തില്ലം കളിക്കുന്ന സെബിയും ലോധ കമ്മിറ്റിയും നിർത്തൂ നിങ്ങളുടെ നീതി നിഷേധം. PACL FAU സംസ്ഥാന സമരസമിതി കൺവീനർ K അശോകൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. INTUC അഖിലേന്ത്യാ സെക്രട്ടറി ഡോക്ടർ MP പത്മനാഭൻ മുഖ്യപ്രഭാഷണം നടത്തി. അഴിമതി വിരുദ്ധ മുന്നണി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ആനന്ദ കനകം മുഖ്യാതിഥിയായിരുന്നു. PACL FAU സംസ്ഥാന അധ്യക്ഷൻ TP പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ FAU ജില്ലാ സെക്രട്ടറി സ്വാഗതം പറഞ്ഞു. CITU സിറ്റി പ്രസിഡന്റ് നാസർ, UDF ബേപ്പൂർ മേഖലാ കൺവീനർ TK അബ്ദുൽ ഗഫൂർ, PACL ജില്ലാ ട്രഷറർ KD ഗോവിന്ദൻ, PACL FAU മേഖലാ ഭാരവാഹികൾ, വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ എന്നിവർ പ്രസംഗിച്ചു. PACL കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം രാമചന്ദ്രൻ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരിടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jeweler. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ മിനിസ്റ്റേഴ്സ് ഖാദി, അജ്രക്, ബാത്തിക്, സിൽക്ക് സാരികൾ, കലംകരി, പ്രിന്റഡ് തുടങ്ങിയ മസ്ലിൻ സാരികൾ, ഷർട്ട് പീസുകൾ, കുപ്പടം തൊത്തികൾ, ബെഡ്ഷീറ്റുകൾ, ചുരിദാറുകൾ, പരവതാനികൾ, ഉന്നം നിറച്ച കിടക്കുകൾ, റെഡിമെയ്ഡുകൾ, ലുങ്കികൾ, കരകൗശല വസ്തുക്കൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ഗ്രോസറി ഉൽപ്പന്നങ്ങൾ, ഫർണിച്ചറുകൾ, കാർപ്പറ്റുകൾ, ചൂരൽ കസേരകൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, കറിക്കത്തികൾ, പച്ചക്കറി വിത്തുകൾ, വളങ്ങൾ, അലങ്കാര ചെടികൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, മൂല്യവർദ്ധിത തേൻ ഉൽപ്പന്നങ്ങൾ, ഖാദി തുണിത്തരങ്ങൾക്ക് 30% ഗവൺമെന്റ് റിബേറ്റും, ലെതർ ഉൽപ്പന്നങ്ങൾ, ചെരിപ്പുകൾ, ഫർണിച്ചറുകൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവും, സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ ബാങ്ക് ജീവനക്കാർക്ക് പലിശരഹിത ക്രെഡിറ്റ് സൗകര്യവും. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന
ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. അപകടാവസ്ഥയിലായിരുന്ന മരം മുറിച്ചു മാറ്റി തൈ നട്ട് മാതൃകയായി സൗഹൃദക്കൂട്ട്. പന്നിയങ്കര അയ്യങ്കാർ റോഡിലാണ് മുറിച്ചു മാറ്റിയ മരത്തിന് പകരം തൈ നട്ടത്. പന്നിയങ്കര അയ്യങ്കാർ റോഡിൽ അപകടകരമായി നിന്നിരുന്ന ഉണങ്ങിയ മരം അധികൃതരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുത്തി മുറിച്ചു മാറ്റി. ഒരു മരം മുറിച്ചു മാറ്റിപ്പെടുമ്പോൾ പകരം ഒരു തൈ നട്ട് ഭാവി തലമുറയ്ക്കും പക്ഷി മൃഗാദികൾക്കും തണലേക്കുക എന്ന മന്ത്രം ഉൾക്കൊണ്ട് 1977-79 ഗുരുവായൂരപ്പൻ കോളേജ് പ്രീ ഡിഗ്രി കൂട്ടായ്മയായ സൗഹൃദക്കൂട് അതേ സ്ഥാനത്ത് ഒരു വൃക്ഷത്തൈ നട്ട് സമൂഹത്തിന് ആ സന്ദേശം കൈമാറി. അപ്പോൾ ഒരു മരം മുറിക്കുമ്പോൾ മറ്റൊരു മരം നടുക എന്നുള്ള ഒരു സംഭവം ബഹുലമാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കൂട്ടായ്മ 1977 ഗുരുവായൂരപ്പൻ കോളേജിൽ പ്രീ ഡിഗ്രി പഠിച്ച ബാച്ച് സൗഹൃദക്കൂട് എന്ന ബാച്ച് ആ ദൗത്യം ഏറ്റെടുക്കുകയും ഒരു മരം വാങ്ങി സ്ഥലത്ത് തന്നെ ഞങ്ങളത് സ്ഥാപിക്കുകയും ചെയ്തു. വരുന്ന തലമുറയ്ക്കും പക്ഷികൾക്കും എല്ലാവർക്കും തണലേകാനും കൂടേകാനും ഒരു അവസരം ഒരുക്കി കൊടുത്തതാണ് ഞങ്ങളുടെ ലക്ഷ്യം. പ്രസ്തുത ചടങ്ങിൽ സൗഹൃദക്കൂട് അംഗങ്ങളായ സന്തോഷ് കുമാർ ബിലാത്തിക്കുളം, ആലിക്കോയ, ശശിധരൻ കാഞ്ഞോളി, കൃഷ്ണകുമാർ, സന്തോഷ് ചെറുകാട്, കൃഷ്ണദാസ്, ശ്രീകുമാർ, അബ്ദുൾ റഷീദ്, പ്രിയംവദൻ, സുരേഷ് VM തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഹനുമാൻ സേന ഭാരതിന്റെ നേതൃത്വത്തിൽ രക്ഷാബന്ധൻ ദിനം ആചരിച്ചു. സംഘടനാ സംസ്ഥാന ചെയർമാൻ AM ഭക്തവത്സലൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹനുമാൻ സേന ഭാരതിന്റെ നേതൃത്വത്തിൽ തളി സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് രാമായണത്തെ ആസ്പദമാക്കി ചിത്രരചന മത്സരവും രക്ഷാബന്ധൻ ദിനവും ആചരിച്ചു. മഹാമഹിമ ശ്രീ കേരളവർമ്മ രാജയുടെ അനുഗ്രഹത്തോടെ പ്രസ്തുത പരിപാടികൾ ഹനുമാൻ സേന ഭാരതിന്റെ സംസ്ഥാന ചെയർമാൻ AM ഭക്തവത്സലൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സുരേന്ദ്രൻ K അധ്യക്ഷത വഹിച്ചു. ആചാര്യ സുരേഷ് യോഗെ മുഖ്യപ്രഭാഷണം നടത്തി. സദ്ഗുരു ആശ്രമ മഠാധിപതി ആചാര്യൻ ശ്രീ മുരളീധര സ്വാമികൾ, സാമൂതിരി സ്കൂൾ ഹെഡ്മാസ്റ്റർ ശ്രീഹരി രാജവർമ്മ, അഡ്വക്കേറ്റ് ബിനോയ് P നാഥ്, O കൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ കരിപ്പാലി, ലക്ഷ്മി ഗോപാലകൃഷ്ണൻ, ശ്യാമള ബേപ്പൂർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ചിത്രരചനയ്ക്ക് ഷീബ ടീച്ചർ നേതൃത്വം നൽകി. ഷിബു മൊകവൂർ സ്വാഗതവും ധനേഷ് KK ജയിൽ റോഡ് നന്ദിയും പറഞ്ഞു. ചിത്രരചനയ്ക്ക് 1ാം സമ്മാനവും 2ാം സമ്മാനവും 3ാം സമ്മാനവും നേടിയ കുട്ടികൾക്ക് ഹനുമാൻ സേന ഭാരതിന്റെ ചെയർമാൻ ഭക്തവത്സലൻ കുട്ടികൾക്ക് മൊമെന്റോ നൽകി ആദരിച്ചു. നിരവധി കുട്ടികൾ മത്സരത്തിന് പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജനശക്തി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിന സംഗമം സംഘടിപ്പിച്ചു. ജനശക്തി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മനോജ് ശങ്കരനെല്ലൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഇന്ത്യയിൽ ജനാധിപത്യത്തിൽ നിഷ്പക്ഷവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പ് അത്യന്താപേക്ഷിതമാണ്. അതിന്റെ വിശ്വാസത്തെ തകർക്കുന്ന നിലപാടാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്നതെന്നും ഇതിനെ നേരിടാൻ ജനാധിപത്യ വിശ്വാസികൾ രംഗത്ത് വരണമെന്നും ദേശീയ പതാക ഉയർത്തി സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസ്ഥാന പ്രസിഡന്റ് മനോജ് ശങ്കരനെല്ലൂർ പറഞ്ഞു. ജനശക്തി കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാവിലെ 10 മണിക്ക് നടക്കാവ് വണ്ടിപ്പെട്ടയിൽ നടന്ന സ്വാതന്ത്ര്യദിന സംഗമത്തിൽ ജനശക്തി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഗണേഷ് ബാബു പാലത്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി നബിൽ അഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് ലൂക്കോ ജോസ് സ്വാഗതം പറഞ്ഞു. ബാലഗോപാലക്കുറുപ്പ്, വിജയൻ പയ്യോളി, പത്മാവതി കുറ്റിക്കാട്ടൂർ, സ്മിത നായർ, സഹദ് കുറ്റിച്ചിറ, ഇർഷാദ് മീൻചന്ത, അനീഷ് മലാപ്പറമ്പ്, രഘുനാഥ് പന്ന്യങ്കര, റഫീഖ് കാപ്പാട്, രാജൻ കൊളത്തൂർ, റയ്യാനത്ത് കുന്നമംഗലം, K മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സ്വാതന്ത്ര്യദിനത്തിൽ KDP പ്രവർത്തകർ ജനാധിപത്യ സംരക്ഷണ പ്രതിജ്ഞയെടുത്തു. നേവി റിട്ടയർഡ് ക്യാപ്റ്റൻ K ഗോപാലൻ മുഖ്യപ്രഭാഷണം നടത്തി. കേരള ഡെമോക്രാറ്റിക് പാർട്ടി കോഴിക്കോട് നോർത്ത് നിയോജകമണ്ഡലം കമ്മിറ്റി ദേശീയ പതാക ഉയർത്തുകയും ജനാധിപത്യ സ്വാതന്ത്ര്യ സംരക്ഷണ പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. KDP സംസ്ഥാന ജനറൽ സെക്രട്ടറി KT അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് റിട്ടയർഡ് ഹവിൽദാർ E ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് നേവി ക്യാപ്റ്റൻ K ഗോപാലൻ മുഖ്യപ്രഭാഷണം നടത്തി. ട്രേഡ് യൂണിയൻ നേതാവ് RK വേലായുധൻ, കോഴിക്കോട് സിറ്റി പൗരസമിതി സെക്രട്ടറി K ശോഭന,
KDP ജില്ലാ കമ്മിറ്റി അംഗം KR വേണുഗോപാലക്കുറുപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. നിയോജക മണ്ഡലം സെക്രട്ടറിമാരായ ജോസഫ് ഫെർണാണ്ടസ് നേരത്തെ സ്വാഗതം പറയുകയും TV മാധവി നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jeweler. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ മിനിസ്റ്റേഴ്സ് ഖാദി, അജ്രക്, ബാത്തിക്, സിൽക്ക് സാരികൾ, കലംകരി, പ്രിന്റഡ് തുടങ്ങിയ മസ്ലിൻ സാരികൾ, ഷർട്ട് പീസുകൾ, കുപ്പടം തോത്തികൾ, ബെഡ്ഷീറ്റുകൾ, ചുരിദാറുകൾ, പരവതാനികൾ, ഉന്നം നിറച്ച കിടക്കകൾ, റെഡിമെയ്ഡുകൾ, ലുങ്കികൾ, കരകൗശല വസ്തുക്കൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ഗ്രോസറി ഉൽപ്പന്നങ്ങൾ, ഫർണിച്ചറുകൾ, കാർപ്പറ്റുകൾ, ചൂരൽ കസേരകൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, കറിക്കത്തികൾ, പച്ചക്കറി വിത്തുകൾ, വളങ്ങൾ, അലങ്കാര ചെടികൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, മൂല്യവർദ്ധിത തേൻ ഉൽപ്പന്നങ്ങൾ, ഖാദി തുണിത്തരങ്ങൾക്ക് 30% ഗവൺമെന്റ് റിബേറ്റും, ലെതർ ഉൽപ്പന്നങ്ങൾ, ചെരിപ്പുകൾ, ഫർണിച്ചറുകൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവും, സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ ബാങ്ക് ജീവനക്കാർക്ക് പലിശരഹിത ക്രെഡിറ്റ് സൗകര്യവും. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പേരാമ്പ്രയിലെ ചിത്രകാരന്മാരുടെ കൂട്ടായ്മയായ ദി ക്യാമ്പ് പേരാമ്പ്രയുടെ ചിത്ര പ്രദർശനം എൻഡ്ലെസ് എക്സ്പ്രഷൻ അക്കാദമി ആർട്ട് ഗാലറിയിൽ തുടങ്ങി. ആർട്ടിസ്റ്റ് സുനിൽ അശോകപുരം ഉദ്ഘാടനം ചെയ്തു. പ്രാദേശികമായി വീട്ടുമുറ്റങ്ങളിൽ ചിത്രരചനയും ചർച്ചകളും സംഘടിപ്പിച്ചുകൊണ്ട് ചിത്രകലയെ ജനകീയമാക്കാൻ പര്യാപ്തമായ വരയും വർത്താനവും പ്രോഗ്രാമുകൾ കൂടാതെ അയൽ ജില്ലയിലടക്കം വിവിധ കേന്ദ്രങ്ങളിൽ 20ഓളം ചിത്രകലാ ക്യാമ്പുകൾ നടത്തുവാനും ഓൺലൈനായും അല്ലാതെയും നിരവധി പ്രഭാഷണ പരിപാടികൾ സംഘടിപ്പിക്കുവാനും മുൻകൈയെടുത്ത ദി ക്യാമ്പ് പേരാമ്പ്രയുടെ 12ാമത് ചിത്ര പ്രദർശനമാണ് 2025 ഓഗസ്റ്റ് 13 മുതൽ 19 വരെ കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടക്കുന്നത്. ദി ക്യാമ്പ് പേരാമ്പ്ര എന്നാൽ പേരാമ്പ്രയിലെ 40-40ഓളം വരുന്ന ചിത്രകാരന്മാർ ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ്മയാണ്. ആർട്ട് ക്യാമ്പുകൾ, അതുപോലെ ആർട്ട് എക്സിബിഷൻ, അതുപോലെ ഡെമോൺസ്ട്രേഷൻ ഇതൊക്കെ സംഘടിപ്പിക്കുന്നതാണ് ദി ക്യാമ്പ്. 22ഓളം ചിത്രകാരന്മാരുടെ 32ഓളം വിവിധ രീതിയിലുള്ള പെയിൻറ്റിങ്ങുകളാണ് ഇവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുള്ളത്. ആർ ബാലകൃഷ്ണൻ, അഭിലാഷ് തിരുവോത്ത്, അനുപമ അവിട്ടം, അതുൽ മേപ്പയൂർ, ബാബു പുറ്റംപുയിൽ, ബഷീർ ചിത്രകൂടം, ബിജു ഇടത്തിൽ, ദേവരാജ് കന്നാട്ടി, ജെസ്സി ജോസ്, ലിതേഷ് കരുണാകരൻ, നന്ദന രശ്മി സുരേഷ്, നിതേഷ് തെക്കേലത്ത്, പ്രജീഷ് പേരാമ്പ്ര, KC രാജീവൻ, രമേശ് കോവുമ്മൽ, K രജി കുമാർ, രഞ്ജിത്ത് പട്ടാണിപ്പാറ, ഋതുപർണ P രാജീവ്, സിനോജ് ജോസ്, ഡോക്ടർ P രാമനാഥൻ, ശ്രീജേഷ് ശ്രീതിലകം, സുരേഷ് കല്ലോത്ത് എന്നിവരുടെ സൃഷ്ടികളാണ് പ്രദർശനത്തിലുള്ളത്. ലളിതകലാ അക്കാദമി അംഗം സുനിൽ അശോകപുരം ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പ് പ്രസിഡന്റ് പ്രേംരാജ് പേരാമ്പ്ര അധ്യക്ഷത വഹിച്ചു. കോർഡിനേറ്റർ PM ശ്രീജേഷ്, ചിത്രകാരന്മാരായ രാജേന്ദ്രൻ പുല്ലൂർ, K സുധീഷ്, ജോയിന്റ് സെക്രട്ടറി KC രാജീവൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലോക ഗജദിനത്തോടനുബന്ധിച്ച് വന്യജീവികളുടെ ഫോട്ടോ പ്രദർശനം ആർട്ട് ഗാലറിയിൽ നടന്നു. പൃഥ്വിസ്ത്രസം 2025 എന്ന പേരിലാണ് പ്രദർശനം. ലോക ഗജദിനത്തോടനുബന്ധിച്ച് പൃഥ്വിസ്ത്രസം 2025 വന്യജീവി ഫോട്ടോ പ്രദർശനം ആർട്ട് ഗാലറിയിൽ തുടങ്ങി.
CG സുനിൽ, ദിജേഷ് വലിയാട്ടിൽ, ഡോക്ടർ കെ അരവിന്ദ് എന്നിവർ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് പകർത്തിയ ഫോട്ടോകളാണ് പ്രദർശിപ്പിച്ചത്. ഉത്തരമേഖല ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ആർ കീർത്തി ഉദ്ഘാടനം ചെയ്തു. ദേശീയ ഹരിതസേന ജില്ലാ കോർഡിനേറ്റർ പി സിദ്ധാർത്ഥൻ, പൃഥ്വി റൂട്ട് വൈസ് പ്രസിഡന്റ് പി സുഗമ്യ എന്നിവർ പ്രസംഗിച്ചു. ഇന്ത്യയിലെ തന്നെ പ്രശസ്തരായ 3 ഫോട്ടോഗ്രാഫേഴ്സ് എടുത്തിട്ടുള്ള ഫോട്ടോസാണ് ഇപ്പോൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. പൃഥ്വി റൂട്ട് കോഴിക്കോട്, RK മിഷൻ, HSS പൃഥ്വി പരിസ്ഥിതി കൂട്ടായ്മ, വനം വകുപ്പ്, സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ എന്നിവ ചേർന്ന് സംഘടിപ്പിക്കുന്ന പ്രദർശനം 17-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൃത്യമായ ആസൂത്രണത്തിലൂടെ പ്രാദേശിക വികസനം യാഥാർത്ഥ്യമാകുന്ന കോട്ടൂർ പഞ്ചായത്ത് മാതൃകയെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഭാരതം ഒറ്റ രാഷ്ട്രമാണെന്ന കാഴ്ചപ്പാടുള്ളവർക്ക് മാത്രമേ ഭാരതത്തെ ഒന്നിച്ചു നിർത്താനാവൂ എന്ന് RSS നേതാവ് KP രാധാകൃഷ്ണൻ. ഖാദി ബോർഡിന്റെ ഖാദി ഓണം മേളയ്ക്ക് തുടക്കമായി. സെബിയുടെ അനീതിക്കെതിരെ PACL FAU കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ഉപവാസ സമരവും നടത്തി. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.